الحمد لله رب العالمين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي نفسي أولا بالتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരിമാരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ നേടിയെത്തിയ അതിഥി തൊഴിലാളികളായ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം തഖ്വയും ഈമാനും ഇഖ്ലാസും നിലനിർത്തി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2026 ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഏതാണ്ട് കേരളത്തിൽ ഇന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ എല്ലാ മസ്ജിദുകളുടെ മിമ്പറുകളിലും ഒരൊറ്റ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ലഹരി എന്ന സർവനാശം കേരളീയ സമൂഹത്തിൽ പിടിച്ചു കുലുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. അതിന്റെ പിടുത്തത്തിൽ നിന്ന് പ്രൊഫഷണലുകളായ വിദ്യാർത്ഥികൾ പോലും ഒഴിവല്ല എന്ന യാഥാർത്ഥ്യമാണ് കേരള ഗവൺമെന്റിന്റെ അതുമായി ബന്ധപ്പെട്ട തൂഫാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കേരളത്തിലെ നിയമപാലകരുടെ കൂട്ടായ്മയും നടത്തുന്ന തൂഫാനിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാഹി പ്രസ്ഥാനവും ഈ മസ്ജിദും
അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന് അതുമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാം മുന്നോട്ട് വെക്കുന്ന ലഹരി വിരുദ്ധ ദിനത്തിലെ സന്ദേശം കരുതാം, കൈ കോർക്കാം ലഹരിക്കെതിരെ എന്നതാണ്. ഏതാണ്ട് തുടക്കം കുറിച്ചത് മുതൽ ഇന്നുവരെ 15-ലധികം കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട പ്രയാണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിം മഹല്ലുകൾ അതിന് പൂർണ്ണ പിന്തുണ നൽകണം. നമ്മുടെ മഹല്ലിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കയ്യോടെ പിടിച്ച് അവരെ ഏൽപ്പിക്കണം. അതുമായി ബന്ധമുള്ള ഒരു പയ്യന്റെ നിക്കാഹ് മഹല്ല് നടത്തി കൊടുക്കരുത്. ആ പെണ്ണിനെ വെള്ളം കുടിപ്പിക്കരുത്. ശരിയാകുമെന്ന ധാരണ ലഹരിക്കില്ല. നിങ്ങൾക്കറിയാം, ആൽക്കഹോള് ബ്ലഡിൽ കലർന്നാൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി. പരിശുദ്ധ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. മനുഷ്യന്റെ സമാധാനത്തിനും സ്വൈര്യമായ ജീവിതത്തിനും സന്തോഷത്തിനും തടസ്സം നിൽക്കുന്നതാണ് ലഹരി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ലഹരി പിശാചിന്റെ പൈശാചികതയുടെ മ്ലേച്ഛതരമാണ്. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 13:12 കാണാം, മദ്യപിക്കുന്നവൻ പിശാചാണ്, മദ്യപാനി പിശാചാണ്. അവനവന്റെ ഭാര്യയെ ഉപദ്രവിക്കും, അമ്മയെ തല്ലും, അതകത്തേക്ക് കടന്നാൽ അവനവന്റെ മക്കളെ നിലത്തടിക്കും. ബൈബിളാണ്. അതുപോലെ തന്നെ യജുർവേദത്തിലും സാമവേദത്തിലും ഭവിഷ്യപുരാണങ്ങളിലൊക്കെ കാണാൻ കഴിയും. മദ്യപിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് അവരൊക്കെ പിശാചിന്റെ കൂട്ടാളികളാണ്. ഇവിടെയെല്ലാം ഖുർആൻ മുമ്പിൽ നിൽക്കുന്നു. ഖുർആൻ പറഞ്ഞു, സൂറ മാഇദയിലെ 90-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ കേൾക്കണേ, ഇന്നമൽ ഖംറു, മദ്യം, വൽ മൈസിറു, ചൂതാട്ടം, ലോട്ടറി, വൽ അൻസാബു, പ്രതിഷ്ഠകൾ, വൽ അസ്ലാമു, പ്രശ്നം വെക്കുന്ന അമ്പുകൾ, രജിസും മിൻ അമലി ശൈത്താൻ, അവയൊക്കെയും പിശാചിന്റെ മ്ലേച്ഛതകളിൽ പെട്ടതാണ്. അഥവാ പിശാചിന്റെ കൂട്ടാളികളാണെന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. എന്തിനാ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ. കുടുംബത്തിൽ സമാധാനം വേണം, ലഹരി ഒഴിവാക്കണം. മക്കൾക്ക് സമാധാനം വേണം, ലഹരി ഒഴിവാക്കണം. മാതാപിതാക്കളെ തലകുനിക്കാൻ ഇടവരരുത്. ലഹരിയുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ട് വേണ്ടാന്ന് തീരുമാനിക്കണം. ആ കൂട്ടു വേണ്ട, ആ ചങ്ങാത്തം വേണ്ട, അത്തരം ആളുകളുമായി സഞ്ചാരങ്ങൾ വേണ്ട, അത്തരം ആളുകളുമായി രാത്രി കറക്കം വേണ്ട. നിന്റെ വാപ്പ തലകുനിക്കേണ്ടി വരും. മക്കളെ പിടിക്കപ്പെടുമ്പോ വാപ്പമാരാണ് പ്രയാസപ്പെടുന്നത്. നിങ്ങൾ കണ്ടില്ലേ? 20 വയസ്സുള്ള, 21 വയസ്സുള്ള, 22 വയസ്സുള്ള ബാംഗ്ലൂരും അതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളെയാണ് പിടിക്കപ്പെടുന്നത്. 20 വയസ്സേ ഉള്ളൂ. അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം പഠിക്കാൻ പോയതാ. പക്ഷെ ആ കൂട്ടുകെട്ടിൽപ്പെട്ട് ഒരാളാണ് അതിന്റെ ആളായിട്ട് മാറിയത്. മുസ്ലിം നാമധാരിയായിരിക്കാം, പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുറ്റവാളിയാണ് അവൻ. അവനെ പിടിച്ചപ്പോ ബാക്കി 7 പേരും പിടിക്കപ്പെട്ടു. നില കണ്ടില്ലേ? പയറുചെടി എന്ന് പറഞ്ഞ് വളർത്തിയത് കഞ്ചാവിന്റെ ചെടിയായി സ്ത്രീകളാണ് പിടിക്കപ്പെട്ടത്.
ലാഘവത്തോടെയാ പറഞ്ഞത്. അത് പയറ് ചെടിയാണ്. ഇത് കേരളത്തിലാണ്, യു പിയിലും ആന്ധ്രയിലും ഒന്നുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. സംസ്കാരത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്ന സാക്ഷരതയുള്ള കേരളത്തിലാണ് കഞ്ചാവുകൾ, ലഹരി വസ്തുക്കൾ, രാസലഹരികൾ, MDMA പിടിക്കപ്പെടുന്നത് കോടിക്കണക്കിന്. അതുകൊണ്ട് മനുഷ്യരെ ഉപേക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. വിജയം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ ആ ലഹരിയിൽ നിന്നും അകലം പാലിക്കണം. അതുമായുള്ള ഇടങ്ങൾ ഉപേക്ഷിക്കണം. മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന, സമാധാനം നശിപ്പിക്കുന്ന, കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാതാക്കുന്ന, സന്തോഷമില്ലാതാക്കുന്ന, സാമ്പത്തികമായ ഭദ്രത തകർക്കുന്ന, മാതാപിതാക്കൾക്ക് ഇടങ്ങേറുണ്ടാകുന്ന, സമൂഹത്തിനും സമുദായത്തിനും മഹലിനും നാടിനും ചീത്തപ്പേരാകുന്ന ലഹരി ഉപേക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല, ചിന്താശേഷിയെ, നമ്മുടെ പ്രവർത്തനങ്ങളെ പൈശാചികമായി നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജൂൺ 26 ലഹരി ദിനത്തിൽ ഖുർആനിന് പറയാനുള്ളത് അത് പിശാചിന്റെ മാർഗമാണ്. മനുഷ്യരെ നിങ്ങളുടെ ബുദ്ധി ആർക്കും പണയം വെക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ഭാര്യ മക്കളെയും നിങ്ങൾ കണ്ണീരിലാഴ്ത്തരുത്. അതാണ് ഒന്നാമത്തെ സന്ദേശം. എന്താണ് ലഹരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറ മാഇദയിലെ 91-ാമത്തെ വചനം, ഇന്നമാ യുരീദു ശൈത്വാൻ, വീണ്ടും ഓർക്കണേ, അത് വിൽക്കുന്നവൻ പിശാചാണ്, ഉണ്ടാക്കുന്നവൻ പിശാചാണ്, അത് വാറ്റുന്നവൻ പിശാചാണ്, അത് കുടിക്കുന്നവൻ പിശാചാണ്, അതുമായി ബന്ധപ്പെട്ട കച്ചവടം ചെയ്യുന്നവൻ പിശാചാണ്. ഞാൻ പറഞ്ഞത് അല്ലാഹ് പറഞ്ഞതാണ്. കേട്ടോ, മാഇദയിലെ 91-ാമത്തെ വചനം, ഇന്നമാ യുരീദു ശൈത്വാനു, പിശാച് ഉദ്ദേശിക്കുന്നത് ആ ലഹരിയിലൂടെ, കഞ്ചാവിലൂടെ, രാസലഹരിയിലൂടെ, മദ്യപാനത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ശത്രുതയാണ്. അവരുദ്ദേശിക്കുന്നത് വിദ്വേഷമാണ്. നമ്മൾ കാണാറില്ലേ, നല്ല 4 കൂട്ടുകാരാണ്, രാവിലെ കുളിച്ചിറങ്ങി നല്ല രൂപത്തിലാ പണിക്ക് പോയത്. 5-6 മണിയാകുമ്പോ പണിയുടെ ക്ഷീണമുണ്ടാകും, അതിന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം. അല്ലാതെ ഒരു കുപ്പി മേടിച്ചടിക്കലല്ല സംസ്കാരത്തിന്റെ ഭാഗം. നിങ്ങൾ നോക്ക്, 1000 കിട്ടിയാൽ, 1200 കിട്ടിയാൽ എത്രക്കാ ലോട്ടറി എടുക്കണത് മനുഷ്യര്? പ്രതീക്ഷയാണ്. ഇനി ആർക്കെങ്കിലും അടിച്ചിട്ട് അതുകൊണ്ട് കോടീശ്വരനായ, അതുകൊണ്ട് ബിസിനസ് ഒരാളെ കേരളത്തിൽ കാണിക്കാമോ? സാധ്യമല്ല. അത് അതിന്റെ വഴിക്കങ്ങ് പോകും. എത്ര തൊഴിലാളികളാണ് എടുക്കുന്നത്? ഒരു ഭാഗം ലോട്ടറിക്ക് വേണ്ടി, വേറൊരു ഭാഗം കമ്പനി കൂടി അടിക്കാൻ വേണ്ടി, കുപ്പിക്ക് വേണ്ടി. ഇന്നേതായാലും ഗവൺമെന്റ് ഫ്രൈഡേ ആക്കിയിട്ടുണ്ട്. സ്വാഗതമാണത്, സ്വാഗതമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടും ഇന്നത്തെ UDF-ന്റെ ഗവൺമെന്റ് മദ്യനയം തിരുത്തണം. തിരുത്തിയേ പറ്റൂ. തെറ്റുകൾ സംഭവിക്കാം. മന്ത്രിസഭ കൂടിയിട്ട്, ക്യാബിനറ്റ് കൂടിയിട്ട് മദ്യത്തിന് കേരളത്തിൽ അനുവാദം നൽകരുത്. അതിന്റെ വരുമാനം വേണ്ട. അത് വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസ്താവനയാണ്, ഇസ്ലാമിന്റെ പ്രസ്താവനയാണ്. അതുകൊണ്ട് ശത്രുതയാണ് ഫിൽ ഖംർ, മദ്യപാനത്തിൽ, വൽ മൈസിർ, ചൂതാട്ടത്തിൽ, വയസുദ്ദകും അൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന്, വഅനിസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന്. കുടിച്ചു കഴിഞ്ഞാൽ മക്കളെ തിരിച്ചറിയുന്നില്ല, കുടിച്ചു കഴിഞ്ഞ ഭാര്യയെ ഉപദ്രവിക്കുന്നു. എന്നാലോചിച്ച് നോക്ക്. പിന്നെ ഇതിനെ കെട്ടിയത് നീ ലഹരി കടിമയാണെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്?
എന്തിനാ മക്കളെ ഉണ്ടാക്കിയത്? അവരെ വഴിയാധാരമാക്കണം? വേണ്ട. മഹല്ലുകൾ തീരുമാനമെടുക്കണം. പല മഹല്ലും തീരുമാനമെടുത്തിട്ടുണ്ട്. പല മഹല്ലുകളിൽ വെച്ചുകൊടുത്താണ് നമ്മൾ വായിച്ചത്. കൊടുങ്ങല്ലൂരോ ചാവക്കാടോ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോ നല്ലതാണത്, നല്ലതാണ്. വിവാഹാലോചന വരുമ്പോ അവനെ കുറിച്ച് അറിയണം. ലഹരിയുമായിട്ട് ബന്ധമുണ്ടോ? കഞ്ചാവുമായിട്ട് ബന്ധമുണ്ടോ? ലഹരി കൂട്ടുകെട്ടുണ്ടോ? കല്യാണം കഴിച്ചു കൊടുക്കരുത്. ആ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും വഴിയാധാരമാക്കരുത്. കുടുംബമില്ലെങ്കിൽ ഒറ്റക്കങ്ങ് അനുഭവിച്ചാൽ മതി. മഹല്ലൊക്കെ രംഗത്തിറങ്ങണം. ഇറങ്ങിയേ പറ്റൂ. കണ്ണടക്കാൻ പറ്റില്ല. സമ്പന്നനാകുമ്പോ അവന്റെ മക്കളാകുമ്പോ ഇല്ല. ആരായാലും ലഹരിയുമായി ബന്ധമുണ്ടോ, ലഹരിയുമായി കച്ചവടമുണ്ടോ, കഞ്ചാവിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവനാണോ, മഹൽ ഒറ്റപ്പെടുത്തണം. ആ രൂപത്തിലേക്ക് മാറണം. അപ്പോഴേ മറ്റുള്ളവർ നന്നാകും. അതുകൊണ്ട് ഖുർആൻ ചോദിച്ചു, ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് നന്നാവാൻ സമയമായില്ലേ? നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? നിങ്ങൾ എന്തേ നിങ്ങളുടെ പണം കൊണ്ട് ഈ ഹറാമ് ചെയ്ത് പിശാചിന്റെ മാർഗത്തിൽ സ്വയം നശിക്കുന്നത്? നന്നാകിക്കൂടെ? അള്ളാഹ് ചോദിക്കുകയാണ്. ലഹരിയുടെ എല്ലാ ഇടപാടുകളും പരസ്പരം ശത്രുതയാണ്. 4 പേര് കൂടി അടിക്കും. അവസാനം പിറ്റേന്ന് പത്രത്തിൽ കാണാം, ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ട് ഒരാളെ കൊന്നു. അതാ ഖുർആൻ പറഞ്ഞത്. പിശാച് ഇടപെട്ടു. ഇവിടെ ശത്രുതയുണ്ടാക്കി. ഏതാ ശത്രുത? വർഷങ്ങൾക്ക് മുന്നേ കൊടുക്കാനുള്ള 50 രൂപ പത്രത്തിൽ വായിച്ചു നമ്മൾ. ആ 50 രൂപയെ ചൊല്ലി തർക്കം. കുപ്പിയെടുക്കുന്നു, അടിക്കുന്നു, പൊട്ടിക്കുന്നു, വയറ്റിലേക്ക് കുത്തിക്കയറ്റുന്നു. ശത്രുതയാണ് മദ്യം, ശത്രുതയാണ് ലഹരി. ഖുർആൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. കൊന്നുകളഞ്ഞു. അവസാനം എന്തിനാ ഞാൻ കൊന്നത് അറിയില്ല, ഞാൻ എന്തിനാ ചത്തത് അറിയില്ല. അറിയണം, മദ്യപിച്ചത് കൊണ്ടാണ്. അതാ കാരണം, വേറൊന്നുമല്ല. അത്തരം കൂട്ടുകെട്ടുകളിൽ ഇടപെടാൻ പാടില്ല. ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചേക്കണം. തുറന്നു പറയണം. ഞാൻ ഖുർആനിന്റെ ആളാണ്, മുസ്ലിമാണ്, അതുകൊണ്ട് നീയുമായുള്ള കൂട്ടുകെട്ടില്ല, സാമ്പത്തിക ഇടപാടുമില്ല. എന്താ കാരണം? സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അവന്റെ നല്ല സ്വഭാവത്തിൽ ആ പൈസ എങ്ങാനും തിരിച്ചു ചോദിച്ചാൽ അവൻ വൈകുന്നേരം 2 അടിച്ചിട്ട് വരും. നമ്മുടെ വീട്ടിൽ വന്ന് ചീത്തയും തെറിയും അനാവശ്യങ്ങളും പറയും. അവന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇന്നിന്റെ 2 വാർത്ത പറയാം. അതിലൊന്ന്, കല്യാണപ്പന്തലിലേക്ക് മദ്യപിച്ചു വന്ന വരനെ വധു വേണ്ടാന്ന് വെച്ചു. കല്യാണപ്പന്തലിലേക്ക് കൂട്ടുകാരുമായിട്ട് മദ്യപിച്ച് ലക്ക് കെട്ടുവരിക, കല്യാണം കഴിക്കാൻ. ആ സദസ്സിൽ വെച്ച് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് കാലാകാലം വെള്ളത്തിൽ കഴിയാൻ പറ്റൂല, എനിക്കതുകൊണ്ട് കല്യാണം വേണ്ട. അവിടെ വെച്ച് മുടങ്ങി. ഒന്ന് വാർത്ത. 2ാമത്തെ വാർത്ത വയനാട്ടിൽ നിന്നാണ്. എന്താണ്? അച്ഛൻ വാറ്റി മകൻ കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയി 10ാം ക്ലാസ്സിന് കുട്ടികൾക്ക് വിളമ്പി കൊടുത്തു. കേരളത്തിലായത് നോക്ക് നിങ്ങൾ. മകൻ അത് കുപ്പിയിലാക്കിയിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്ന കാലഘട്ടം. അധ്യാപനത്തിന് കുറവാണോ? അല്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അധ്യാപകരെ പ്രശ്നം അതൊന്നുമല്ല. അവനെ നന്നാക്കേണ്ട അച്ഛൻ അത് മദ്യപാനത്തിന്റെ ആളായിട്ട് മാറി. അതാണ് കാരണം. ഇതൊക്കെ കൂട്ടുവായിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഭയമുണ്ടാകണം, ജാഗ്രത ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ മക്കളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കല്ലേ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറയുന്നു. പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോ എവിടെയും പോവണ്ട. ഇശാ കഴിഞ്ഞാൽ മക്കൾ വീട്ടിൽ കാണണം. രാത്രിയുള്ള കറക്കം വേണ്ട, രാത്രിയുള്ള കൂട്ടുകെട്ട് വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, വാപ്പ 20 രൂപ തരും. 10 രൂപ അങ്ങോട്ട് സ്കൂളിലേക്കും 10 രൂപ ഇങ്ങോട്ട് സ്കൂളിലേക്കും ആണെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, അത് പോക്കറ്റിൽ വെച്ചിട്ട് റോഡിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകാൻ നിൽക്കല്ലേ. ആ വരുന്നവൻ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ആ വരുന്നവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ല. ആ കൈ കാണിച്ച് കയറുന്നവൻ ആരാണെന്ന് അറിയില്ല. വേണ്ട, നിങ്ങളെ വാപ്പ തന്ന പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ബസ്സിൽ സഞ്ചരിക്കുക.
ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യണ്ട, സ്കൂളിലേക്ക് പോകണ്ട. അതാ പുതിയ നിയമത്തിൽ പുതിയതായിട്ട് സ്കൂളിൽ അധ്യാപകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ ലിഫ്റ്റ് അടിച്ചു വരുന്നത് അപകടങ്ങളാണ് ഓരോ മേഖലയിലും. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർക്ക് പഠിക്കുന്ന ആളുകളാണ് ലഹരി വിൽപ്പന, നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? എഞ്ചിനീയർ ജോലി ചെയ്യുന്ന പെണ്ണാ ലഹരി വിൽപ്പന. അവൾക്ക് എത്രയാ ശമ്പളം? 1.5 ലക്ഷം രൂപ. അത് പോരാ അവർക്ക് ജീവിക്കാൻ, അതവർക്ക് പോരാ. അതിനേക്കാൾ അപ്പുറം രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഉറക്കമില്ലാതെ കറങ്ങാൻ അവൾക്കിത് വേണം. നിസ്സാരമല്ല. സാധാരണക്കാരൻ 6ഉം 8ഉം 7ഉം ക്ലാസ് പഠിക്കുന്ന ആളുകളല്ല പിടിക്കപ്പെടുന്നത്. ഡോക്ടർമാരെയാണ്, എഞ്ചിനീയർമാരെയാണ്, MBA-കാരെയാണ്, BBA-കാരെയാണ് പിടിക്കപ്പെടുന്നത്. അവർക്കത് അറിയില്ലേ? ജീവിതം പോകുമെന്ന് അറിയാം. അമ്മിനൽ ഹലാലി ഔ മിനൽ ഹറാമി, വരട്ടെ അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാത്ത കാലഘട്ടം. അച്ഛൻ കൊടുക്കുന്ന പോക്കറ്റ് മണി തികയാത്ത മക്കൾ, അതാണ് കാലം. അതുകൊണ്ട് ഭയമുണ്ടാകണം മക്കളെ കുറിച്ച്, അതേപോലെ തന്നെ ശ്രദ്ധയുണ്ടാകണം, അതേപോലെ തന്നെ ആ വിഷയത്തിൽ എപ്പോഴും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട കൂടപ്പുറപ്പാണെങ്കിലും പിടിച്ചു കൊടുക്കണം പോലീസിൽ, ഒരു മടിയും വേണ്ട. സ്നേഹിതനാണെങ്കിലും പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ലഹരിയുമായി ബന്ധപ്പെട്ട നീ എന്റെ കൂട്ടുകാരനാണെങ്കിലും, എന്റെ കൂടപ്പുറപ്പാണെങ്കിലും, എന്റെ ജ്യേഷ്ഠനാണെങ്കിലും, എന്റെ അനുജനാണെങ്കിലും ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തും. അല്ലാത്തൊരു ബോർഡാണ്, പല മഹല്ലുകളിലും വെച്ചിട്ടാണ് ബോർഡ്. ഒറ്റപ്പെടുത്തണം, പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി അത് വീര്യം കുറഞ്ഞതാണെങ്കിലും അത് വീര്യം കൂടിയതാണെങ്കിലും ഹറാമാണ്, ഒരു തർക്കവുമില്ല. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഗവൺമെന്റ് നിവേദനം കൊടുത്തിരിക്കുകയാണ്, ഉപേക്ഷിക്കണം. കാരണം കുടുംബം തകരുകയാണ്, സമൂഹം തകരുകയാണ്. ഒച്ചയും ബഹളങ്ങളും സംഘടനകളും കൊലപാതകങ്ങളും അധികരിക്കുകയാണ്. മദ്യം ഇവിടെ നിർത്തലാക്കിയോ കൊലപാതകം ഇല്ലാതാകും. ഒരുപാട് കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് സമാധാനം കിട്ടും, ഒരു തർക്കമില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് മയക്കുമരുന്നിന്റെ എല്ലാ കൊലകളും കൂട്ടക്കശാപ്പുകളും നെഞ്ചകം പിളർക്കുന്ന കാഴ്ചകളൊക്കെ ഉപേക്ഷിക്കേണ്ടത് ലഹരി ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തൂഫാനിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനകീയമായ പ്രതിരോധമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുന്നു, മകൾക്ക് ചെറുക്കൻ അന്വേഷിക്കുമ്പോ, മകൾക്ക് പുതിയാപ്പളയെ തിരക്കുമ്പോ അവന്റെ വിദ്യാഭ്യാസം മാത്രം നോക്കരുത്, സമ്പൽ സമൃദ്ധി മാത്രം നോക്കരുത്, ഏഴടി പൊക്കം മാത്രം നോക്കരുത്, അവന്റെ കുടുംബ മഹിമ മാത്രം നോക്കരുത്. 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഏതാ 2 കാര്യം? ഒന്ന്, അവന്റെ വീടിനടുത്തുള്ള മഹലിലേക്ക് വരണം, അവന്റെ വീടിനടുത്തുള്ള പള്ളിയിലേക്ക് വരണം, ഇല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾ പോകുന്ന പള്ളിയിലേക്ക് വരണം. എന്റെ മോൾക്ക് ഒരു നിക്കാഹ് ചെറുക്കനെ അന്വേഷിക്കുമ്പോ അവന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയും എന്താണ്? സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന പയ്യനായിരിക്കണം, നിർബന്ധമാണത്. അവന്റെ മഹലിൽ സുബഹിക്ക് അവൻ പോകുന്നുണ്ടോ, അവൻ നല്ല മനുഷ്യനാണ്, അങ്ങനെ തീരുമാനിക്കും. അല്ലാതെ പള്ളിയിൽ പോകുന്നുണ്ടോ എന്നല്ല. അത്ര ഈമാനില്ലാത്തവന്, അത്ര തഖ്വയില്ലാത്തവന് സുബഹിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ പള്ളികളൊക്കെ സുബഹിക്ക് ആള് കുറവാണ്. ഇശാക്ക് ആളുണ്ട്, മഗ്രിബിന് ആളുണ്ട്, ളുഹറിന് ആളുണ്ട്, അസറിന് ആളുണ്ട്, സുബഹിക്ക് ആള് കുറവ്. കാരണം എന്താ? അത്ര ഈമാൻ ഇല്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് തൊട്ടടുത്ത ലാബിൽ പോയിട്ട് ആ ഈമാൻ ഒന്ന് പരിശോധിക്കണം, നിർബന്ധമാണ്. സുബഹി നിസ്കരിക്കാൻ തയ്യാറുള്ള പയ്യനാണോ, അവനാകണം നമ്മുടെ പുതിയാപ്പള. അതോടൊപ്പം തന്നെ അവന്റെ ലഹരിയുമായുള്ള ബന്ധം അന്വേഷിക്കണം, കൂട്ടുകെട്ട് അന്വേഷിക്കണം. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. 3 ആഴ്ച കഴിയും, 4 ആഴ്ച കഴിയുമ്പോ, 1 മാസം കഴിയുമ്പോഴാണ് കൂട്ടുകെട്ടിയിട്ട് മദ്യപിച്ച് 4 കാലി വരുമ്പോ അപ്പൊ ഒരു ജാഗ്രത ഇല്ല. അതിന് മുന്നേ അന്വേഷിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മകളെ കണ്ണീര് കുടിപ്പിക്കരുത്, അന്വേഷിക്കണം. റസൂലുള്ളാഹി പറഞ്ഞത്
നീ അവന്റെ കുടുംബം നോക്കിക്കോ, അവന്റെ സൗന്ദര്യം നോക്കിക്കോ, അവന്റെ വിദ്യാഭ്യാസം നോക്കിക്കോ, അവന്റെ 5 ലക്ഷം ശമ്പളം നോക്കിക്കോ, അവന്റെ മാതാപിതാക്കൾ നോക്കിക്കോ, അവന്റെ തറവാടുത്ത് നോക്കിക്കോ. പക്ഷെ അതിൽ നീ മയങ്ങി വീഴരുത്. മറൈൻ എഞ്ചിനീയറാ, 2 ലക്ഷം ശമ്പളം, അതിൽ നീ മയങ്ങരുത്. സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന പയ്യനാവണം. ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ വീട്ടിലെല്ലാം താമസിക്കുന്നത്, അതെ, ഏതെങ്കിലും പുതിയ അപ്പള പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉണ്ട് കേട്ടോ, സുബഹിക്ക് നമ്മുടെ കൂടെ, പെണ്ണിന്റെ വാപ്പാന്റെ കൂടെ സുബഹിക്ക് ജമാഅത്തിന് പോയ ഏത് പുതിയ അപ്പളുണ്ട്? കാരണം എന്താ? അവന് സുബഹിയില്ല. അതാ കാരണം. ഇല്ലെങ്കിൽ അവൻ എഴുന്നേൽക്കും. താൻ കല്യാണം കഴിച്ച വീട്ടിൽ എഴുന്നേൽക്കും അവൻ സുബഹിന്റെ ജമാഅത്തിന്. അതാ ഞാൻ പറഞ്ഞത്, സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന പയ്യനാണോ അവൻ ഈമാനുള്ള ഇഖ്ലാസുള്ളവനായിരിക്കും. അത് ശ്രദ്ധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരിയുള്ളതെല്ലാം ഹറാമാണ്. വകുല്ലു ഹംറിൻ ഹറാമുൻ, എല്ലാ മദ്യങ്ങളും ഹറാമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അവസാനമായി, വലാ തുൽഖു ബിഐദീകും ഇലാ തഹ്ലുക വഅഹ്സിനു, സൂറ അൽ ബഖറയിലെ 195-ാമത്തെ വചനം. നിങ്ങളുടെ പണം കൊണ്ട്, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളെ തന്നെ നാശത്തിലേക്ക് വലിച്ചെടുക്കരുത്. ഇതിലാരെങ്കിലും ഈ പള്ളിയിൽ പടച്ചോന് പേടിയുണ്ടെങ്കിൽ, മരണത്തെ പേടിയുണ്ടെങ്കിൽ, ഈ പള്ളിയിൽ ഇരിക്കുന്നവർ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ നിർത്തിക്കോണം. അതല്ല നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ പള്ളിയിലേക്ക് വരണ്ട. ഖുർആനായത്താ, വലാ തുൽഖു, നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചെടുക്കരുത് നിങ്ങളുടെ ശരീരത്തെ. എന്താ അതുകൊണ്ട് ഗുണം? വീടി വലിക്കുന്ന ആള് ബാങ്ക് വിളിക്കാൻ പാടില്ല, അറിയാവോ? വീടി വലിക്കുന്ന ഒരാള് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. വീടി വലിക്കുന്ന ഒരാൾ അറക്കാൻ പാടില്ല. പഠിക്കണം, അത്രക്ക് ഹറാമാണത്. എത്ര ആളുകളാ ചെയ്യുന്നത്? എന്താണ് ഗുണം? പറയും. ഒരു ഗുണം നിങ്ങൾ പറ. ആ സാധനത്തിന് പുറത്ത് തന്നെ ഉണ്ട് പേടിപ്പിക്കുന്ന ചിത്രം. എന്നിട്ടാണ് പോക്കറ്റ് വെച്ച് നടക്കണത്. 1, 2, 3 വലിക്കും. ഒരു ഗുണം പറ. പ്രത്യേകിച്ചത് വലിച്ചിട്ട് രാത്രി ഭാര്യയോട് കിടക്കല്ലേ, വല്ലാത്ത ചതിയാ ചെയ്യുന്നത്. അതുപോലെ മക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കല്ലേ ആ സാധനം. അതൊന്നും മക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. ഉപേക്ഷിക്കും നിങ്ങള്. അത് വലിച്ചാലും ക്യാൻസർ വരും, വലിച്ചില്ലെങ്കിലും വരും. വലാ തുൽഖു ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട്, ഖുർആനായത്ത് കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളെ തന്നെ നാശത്തിലേക്ക് വരുത്തരുത്. വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണേ. വലിക്കുന്നതിനേക്കാൾ അപകടകരമാണ് അതിന്റെ പുക. വലിച്ചുകൊണ്ടിരുന്ന പള്ളിയിലേക്ക് വരാൻ പാടില്ല. എന്ത് കെട്ടി എന്ന് ചിന്തിക്കുക. എന്താ അതുകൊണ്ട് ഗുണം? അത് വലിച്ചാ ജീവിച്ചുകൂടെ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, പുകവലി നിശബ്ദ കൊലയാളിയാണ്. ചില ആളുകളുണ്ട്, 10-65 വയസ്സ് കാണും. പ്രഭാത വേളയിൽ ചില ചായക്കടയിൽ കേൾക്കുന്ന ശബ്ദമാ, ഒരു പുകവലിക്കും 7 ചുമക്കും, വീണ്ടും 1 പുകവലിക്കും 10 ചുമക്കും. എന്നത് നിർത്തിക്കൂടെ? അതില്ല. അത് വലിക്കുകയും വേണം, ചുമക്കുകയും വേണം. അത്രക്ക് അപകടമായ അതിന്റെ ലെൻസും ശരീരവും എന്നാലും നിർത്തൂല. കാലിച്ചായം, ബീഡിയും, കുറെ ചുമയും. എന്ത് കിട്ടാനാണ് അതുകൊണ്ട്? അതൊരു ലഹരിയാണ് കേട്ടോ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ലഹരിയാ, അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത ലഹരിയാ, ഭാര്യമാർ ഇഷ്ടപ്പെടാത്ത ലഹരിയാ. ചോദിക്കാം, ഞാൻ പുകവലിക്കുന്ന ആളാണെന്ന് നിനക്കറിയാലോ? അറിയാം. നിനക്ക് ഇഷ്ടമാണോ? ഇല്ല. ആണെന്നൊരു പെണ്ണും പറയില്ല, ഒരു മക്കളും പറയില്ല. അതുകൊണ്ട് അവസാനിപ്പിച്ചോ. അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ, പടച്ചറബിനെ പേടിയുണ്ടെങ്കിൽ, മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഖബറിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നാളെ അള്ളാഹിന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് അവസാനിപ്പിച്ചിട്ട് ആ വലിക്കുന്ന പൈസ ഉണ്ടല്ലോ ഒരു പാട്ടക്കകത്തിട്ട് വെക്ക്. ഇന്നു മുതൽ സേവ് ചെയ്യും. ഒരുപാട് ഗുണമുണ്ടാകും.
അതുകൊണ്ട് അതിൽ നിന്ന് മാറണം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലഹരി എന്ന മഹാവിപത്ത് സമൂഹത്തെയും എല്ലാ മനുഷ്യരെയും കടന്നാക്രമിച്ച് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെ ഗവൺമെന്റിന്റെ തൂഫാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിക്കാനും അതേപോലെ കരുതലാകാനും കൈകോർക്കാനും തയ്യാറാകണം. എന്തിനെന്നറിയുമോ? പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ആരോഗ്യമുള്ള തലമുറക്ക് വേണ്ടി. എന്താണ് ഇന്നത്തെ ലഹരി വിരുദ്ധ സന്ദേശം? ആരോഗ്യമുള്ള തലമുറക്ക് വേണ്ടി ലഹരിയെ ഉപേക്ഷിക്കാം. ആരോഗ്യമുള്ള തലമുറക്ക് വേണ്ടി പുകവലിയെ ഉപേക്ഷിക്കാം. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഉൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി തഖ്വയോടെ ജീവിക്കണമെന്ന ഉണർത്തുകയാണ്. ഇന്ന് മുഹറം 10. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിനമാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് വിശദീകരിച്ചതുപോലെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ്. മുഹറം 10 മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അഥവാ മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്ത്. മൂസാ നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ള എന്നാണ്. 4 പേരെ റസൂലുമാരുള്ളത്, ബാക്കിയൊക്കെ നബിമാരാണ്. ആ മൂസാ നബിയുടെ ശരീഅത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തും കൂടി യോജിക്കുന്നതാണ് മുഹറം 10. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെയാണ് അനുധാവനം ചെയ്യുക. അതിലേക്ക് മറ്റൊന്നുമില്ല. 2 കാര്യങ്ങളാണ് മുഹറം 10. ഒന്ന് നന്ദി പ്രകടനമാണ്, രണ്ടാമത്തേത് തഖ്വയാണ്, മൂന്നാമത്തേത് വലാഉം ബറാഉമാണ്. വലാ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടുള്ള ആദരവ്. ബറാ എന്ന് പറഞ്ഞാൽ ഷിയാക്കളോടും ജൂതന്മാരോടും ഭിന്നമാകുക, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുകൊണ്ട്. അതാണ് ഒന്നാമത്തെ സംഭവം. 2 മറ്റൊന്ന് നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും പോലെ കർബല എന്ന ചതിയുടെ വഞ്ചനയുടെ കഥയാണ്. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. ഹിജറ 61 ഇന്ന് ഹിജറ 1448 നമ്മൾ ഉള്ളത്. ഹിജറ 61 കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിദാരുണമായി കൊന്നുകളഞ്ഞത്. പക്ഷെ ആ ഷഹീദിന്റെ ആഘോഷം ഇസ്ലാമിലില്ല. ആ ഷഹീദുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഇസ്ലാമിലില്ല. അതിനെ എടുത്തു കാണിക്കാനല്ല മുഹറം 10 ഉള്ളത്. അത് ചരിത്രപരമായ വിഷയം മാത്രമാണ്. അതിനുള്ളിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. മറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അവിടെ മുആവിയ സ്വയം പ്രഖ്യാപിത ഖലീഫയായി. ആ സമയത്ത് സിറിയൻകാരായ ആളുകൾ മുആവിയയെ ബൈഅത്ത് ചെയ്തു, അംഗീകരിച്ചു. കൂഫക്കാരായ ആളുകൾ പറഞ്ഞു മുആവിയ അല്ല ഭരണാധികാരി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. ഇവിടെ പഠിക്കേണ്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാണ് ഹസനും ഹുസൈനും. അവർ ഇരട്ടകളല്ല. അങ്ങനെ ചരിത്രമുണ്ട്, തെറ്റാണ്.
1 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഹസൻ ജ്യേഷ്ഠനാണ്, ഹുസൈൻ അനുജനാണ്. 1 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ചരിത്രങ്ങളിൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയാക്കണമെന്ന് പറഞ്ഞു കൂഫയിലുള്ള ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ആ സമയം ഹസൻ റളിയല്ലാഹു അൻഹു എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോയി സമാധാനത്തിന് വേണ്ടി. ഞാൻ കാരണം ആരും തമ്മിൽ തല്ലാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ അവസാനം പ്രശ്നങ്ങൾ രൂക്ഷമായി. യസീദും ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഷിയാ നേതാക്കളും കൂടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും കൂട്ടി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തന്ത്രപരമായി കൂഫയിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സിഫീൻ യുദ്ധത്തിൽ 2 കൂട്ടാളികൾ ഉണ്ടായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. ആരാണ് ആ 2 കൂട്ടാളികൾ? ഒന്ന് സിനാൻ ഇബ്നു അനസും 2 ശംർ ഇബ്നു ജൗശാനുമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സിഫീൻ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന 2 പേരും അവസാനം കൂറുമാറി ഷിയാക്കളായിട്ട് മാറി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്. അല്ല, യസീദിന്റെ തന്ത്രജ്ഞനായ, യസീദിന്റെ കൂട്ടാളിയായ ഇബ്നു സിയാദാണ് അതിലേറ്റവും ക്രൂരമായി പ്രവർത്തിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, കുറുക്കന്റെ ബുദ്ധിയായിരുന്നു ഇബ്നു സിയാദിന്, കരടിന്റെ ക്രൂരതയായിരുന്നു ഇബ്നു സിയാദിന്. അവസാനം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിപ്രയോഗത്തിലൂടെ, വഞ്ചനയിലൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ 2 ഘട്ടങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഒന്നാമത്തെ മാർഗമായിരുന്നു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞത്. ഇസ്ലാമിക ചരിത്രത്തിൽ കർബല എന്നല്ല, അറബിൽ അതിന് പറയുന്നത് കർബുൻ വബലാ എന്നാണ്. ഒന്നുകൂടി പറയുന്നു, കർബുൻ വബലാ എന്നാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടത് ചതിയുടെ, വഞ്ചനയുടെ ചരിത്രം മാത്രമാണ്. എന്നാൽ അത് ആഘോഷിക്കാനുള്ളതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 27 ജൂലൈ 20 മുമ്പ് അപേക്ഷ നൽകേണ്ടതാണ്. കഴിവിന്റെ പരമാവധി അതിന്റെ ഫോമുകൾ അറിയുന്ന ആളുകളെ കൊണ്ട് പൂരിപ്പിക്കണം. അതിന് പരിശീലനം ലഭിച്ച സഹായികളുണ്ട്. ഒന്ന് നമ്മുടെ പ്രദേശത്തുള്ള സഫീർ ഹജ്ജ് ട്രെയിനറാണ്, അതുപോലെ സജീർ ഹജ്ജ് ട്രെയിനറാണ്, ആരിഫ ഹജ്ജ് ട്രെയിനറാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അതിന്റെ ഫോം പൂരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഗവൺമെന്റ് തലത്തിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീനുമായി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പള്ളിയുമായി ബന്ധപ്പെടുക. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർക്കും കൂടപ്പറപ്പുകൾക്കുമെല്ലാം ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ആപത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നമസ്കാരമുള്ളവരാക്കണേ അല്ലാ. തൗഹീദുള്ളവരാക്കണേ അല്ലാ. പടച്ചവന മക്കളിലൂടെ സങ്കടപ്പെടാൻ, കരയാൻ ഇടവരുത്തല്ല റഹ്മാനെ. ഈ പള്ളിയും ഇതിന്റെ പരിസരങ്ങളും ഞങ്ങളുടെ മഹല്ലും അതിന്റെ പരിസരങ്ങളും അവിടുത്തെ
യുവാക്കളെയും അവിടുത്തെ കൗമാരങ്ങളെയും അവിടുത്തെ എല്ലാ മനുഷ്യരെയും ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ലഹരി മോചനത്തിന്റെ നാടാക്കി മാറ്റണേ അല്ലാ. നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ല് നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ല് ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദിലായി ജീവിച്ച് സകലമായ ഹറാമുകളെയും വേണ്ടാത്തരങ്ങളെയും വലിച്ചെറിയുന്ന നാടാക്കണേ അല്ലാ. പടച്ചവനെ മുഴുവൻ യുവാക്കൾക്കും നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ചീത്ത കൂട്ടുകെട്ടിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. വേണ്ടാത്ത ചിന്തയെ തൊട്ട് കാക്കണേ റഹ്മാനെ. നിരീശ്വരവാദങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. വേണ്ടാത്ത ചിന്തയെ തൊട്ട് കാക്കണേ റഹ്മാനെ. മുസ്ലിമായി ജീവിച്ച് മുവഹ്ഹിദായി ജീവിച്ച് അവസാനം ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രവാസ ലോകത്തിന്റെ പ്രയാസങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. ഈ പള്ളിയെ സഹായിക്കുന്നവരെ നീയും സഹായിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.